നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവല്ല പുളിക്കീഴ് ബിവറേജസ് ഗോഡൌണിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. ഔട്ട്ലെറ്റിന്റെ കെട്ടിടവും സംഭരണശാലയും പൂർണ്ണമായും കത്തിനശിച്ചു. അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ എക്സൈസ് മന്ത്രി MP രാജേഷ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CMDക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണികളും നടന്നുവരികയായിരുന്നു. ഗോഡൌണിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി വെൽഡിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നും തീ പടർന്നതായാണ് വിവരം. മദ്യക്കുപ്പികളിലേക്ക് തീ പടർന്നതോടെ ആളിക്കത്തുകയായിരുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ സംഭരണശാലകളിൽ ഒന്നാണ് പുളിക്കീഴിലേത്. കോടിക്കണക്കിന് രൂപയുടെ മദ്യം കത്തിനശിച്ചതായാണ് അനൌദ്യോഗിക വിവരം. തിരുവല്ല, പത്തനംതിട്ട, അടൂർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനകളുടെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭരണശാലയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഏറെക്കുറെ കത്തി നശിച്ചതായാണ് വിവരം. ഔട്ട്ലെറ്റിലേക്ക് തീ പടരുന്നതിന്റെ തീവ്രത മനസ്സിലാക്കിയ ജീവനക്കാർ പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് അഗ്നിശമന സേനയെ വിവരം അറിയിച്ചു. മദ്യക്കുപ്പികളിലേക്ക് തീ പടർന്നതുകൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഏറെ പണിപ്പെടേണ്ട സാഹചര്യമായിരുന്നു.